തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി ഹുസൈന് കളിവീണ ഉണ്ടാക്കൽ ജീവിതമാർഗമാണ്. കളിവീണ നിർമ്മിക്കുന്നതിനോടൊപ്പം നന്നായി വായിക്കാനും ഒപ്പം രാഗങ്ങൾ വിവരിക്കാനും ഹുസൈൻ അറിയാം. ഹുസൈൻ 12 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 57 വർഷമായി. അതുമുതൽ ഇതുവരെ ഇതിനെ വെച്ച് ജീവിതം കഴിഞ്ഞുകൂടുകയാണ്. ഇതിന് ഈറ വേണം, പിന്നെ ഇതിൻ്റെ മൺചട്ടി ഒന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് നന്നാക്കുകയാണ്. പിന്നെ ഈറ എന്നാണ് ഈ സാധനം, ഇത് കട്ട് ചെയ്തെടുക്കുന്ന സാധനമാണ്. അതിൽ കളറെല്ലാം കൊടുത്ത് പേപ്പറെല്ലാം കൊടുത്ത് ചെയ്തെടുക്കും. ഇത് ചട്ടി തമ്മിൽ ഹോൾഡ് ചെയ്ത് ഒട്ടിച്ച് ചെയ്തെടുക്കും. ഇത് ഓട്ടോഷൻ ബോർഡൻ കേബിൾ കമ്പിയാണ് കെട്ടുക. ഓട്ടോസ് ആക്സബിളും കേബിളാണ്. ഈ കേബിൾ പിരിച്ചാൽ കെട്ടി കൊടുക്കുന്നത്. ഇത് കുറ്റി കൊടുക്കുന്ന അതിൻ്റെ മുള സാധാരണ മുള ഈറയിൽ ഹോളിട്ട് കമ്പി പഠിപ്പിച്ച് അത് ഹോളിടണത്. ഇത് കമ്പി പിടിച്ച് ഹോൾ ഇട്ടതിന് ശേഷം മറ്റേ സാധാരണ ഇട്ടാൽ അത് പൊട്ടും. അതുകൊണ്ട് ഇരുമ്പ് കമ്പി പഴിപ്പിച്ചാണ് ഹോളിടുന്നത്. അത് പഴുത്തിൽ ഇറക്കിയാൽ മതി, ഹോളായിക്കോളും. ഇതിലിപ്പോൾ ചില ആൾക്കാർ വരും സ്വരസ്ഥാനം വായിക്കില്ല, ഇത് കളിവീണയല്ലേ. പക്ഷേ ഇതിനെ ശാസ്ത്രീയ സംഗീതം വായിക്കാം, സ്വരസ്ഥാനം വരെ വായിക്കാം. അതിന് മറ്റേ കർണാടക സംഗീതം പോലെ മായാമേള ഗൗരവരാഗം എന്ന് പറയും, ആ രാഗം വരെ ഇതിൽ വായിക്കാം. മേൽസായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സായി വായിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വായിക്കാൻ സാധിക്കും. അതിന് 4 വിരൽ താഴെയുള്ള കളി മാത്രമേ ഉള്ളൂ. ഇത് സായി വരുമ്പോൾ മുകളിലോട്ട് വരും, സായി മുകളിലോട്ടായിട്ട് വരും. ഇത് കർണാടക സംഗീതത്തിൽ മായാമേള ഗൗരവരാഗം എന്ന് പറയും. ഇതിൽ ഹിന്ദുസ്ഥാനി വന്നിട്ട് കാര്യങ്കട രാഗം എന്ന് പറയും. മറ്റേ കർണാടക സംഗീതത്തിൻ്റെ അനുസ്വരമല്ല, അത് സാധാരണ നമ്മൾ സ്വരങ്ങൾ സരിഗമ പാരിസ അങ്ങനെ വരുള്ളൂ. എല്ലാം അനുസ്വരം കൂടി വരും. അപ്പോൾ അനുസ്വരം ഉണ്ടെങ്കിൽ ഈസിയായിട്ട് വായിക്കാം. ഹിന്ദി പാട്ടൊക്കെ പാടണമെങ്കിൽ അനുസ്വരം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പഠിക്കുന്നവർക്കാണ് ഈസിയായിട്ട് പഠിക്കുക. അത് വിരൽ ഓടിച്ച് കറക്റ്റ് ചെയ്താൽ ഈസിയായിട്ട് വായിക്കാം. പക്ഷേ വിരലാരും ഓടിക്കാറില്ല, എല്ലാവരും ഇതേ വായിക്കുള്ളൂ. വിരൽ വെച്ചിട്ട് ആർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിരലിൽ സൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരണം, അവരുടെ കറക്റ്റ് ചെയ്ത് വായിക്കാം.